ഗീതാ ഗോവിന്ദം ഇനി കഥ ചൂടുപിടിക്കുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ കളിതമാശകൾക്കൊക്കെ ഇനി വിട. ഇനി നമ്മുടെ അനാർക്കലിയുടെ വരവോടുകൂടി നമ്മുടെ ഗീതാ ഗോവിന്ദം കഥ ആകെ മാറി മാറിയുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഗീതവും ഗോവിന്ദം അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അറയ്ക്കൽ നമ്മുടെ രാധികയെ കാണാനെത്തുന്ന അനാർക്കലിയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രാധികയും കുടുംബയും ഇപ്പോൾ ആ ഒരു ടൂറിലാണല്ലോ. അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ രഞ്ജുവിനെ കാണുന്ന നമ്മുടെ ധ്യാനും വന്നിട്ടുണ്ടാകും. ശേഷം അവർ തമ്മിലൊരു വാക്കുതർക്കം, ചെറിയൊരു വാക്കുതർക്കമൊക്കെ നടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അനാർക്കലിയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താകും? നമ്മുടെ രാധികാമ്മ അറയ്ക്കലിൽ നിന്നും ഇറങ്ങേണ്ടി വരുമോ? അത് കുറച്ച് മുമ്പത്തെ എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. നമ്മുടെ രാധികയെ നമ്മുടെ അനാർക്കലി വെല്ലുവിളിച്ചിരുന്നു, അറയ്ക്കലിൽ നിന്നും പടിയിറക്കുമെന്നും പറഞ്ഞിട്ട്. അതിനുവേണ്ടി തന്നെയായിരിക്കുമോ നമ്മുടെ അനാർക്കലിയുടെ വരവ്? എങ്കിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഒരു പുത്തൻ ജീവിതവും നമ്മുടെ വിജയലക്ഷ്മിയും തിരികെ അറയ്ക്കലേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളും തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം അനാർക്കലിയുടെ വരവ്. നമ്മുടെ ഗീതാ ഗോവിന്ദം മാറി മറിച്ചിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.